അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ റബീഉൽ അവ്വൽ 12 നബിദിനത്തിൻ്റെ എന്നാണ്. അള്ളാഹുവെ പടച്ചവനെ, മുത്തായ ഹബീബ് ജനിച്ച ആ ഒരു ദിവസത്തിലാണ്, മാസത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ? നബിദിനത്തിൻ്റെ ദിവസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? വിശദമായി കേട്ടാലോ? അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ റബീഉൽ അവ്വൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇബ്രാഹിമിയ സ്വലാത്ത് 1001 വട്ടം. നമ്മൾ ഒരുപാട് നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അതൊക്കെ മാറാനും എല്ലാവിധ ഖൈറും സമാധാനവും ഉണ്ടാവാൻ നിയ്യത്താക്കി ചൊല്ലണമെന്ന് പറഞ്ഞു. ഒരുപാട് ഉമ്മമാർ, നിരവധി പേരാണ് അൽഹംദുലില്ലാ അത് ഏറ്റെടുത്ത് 1001 വട്ടം ചൊല്ലിയത്. അതല്ലാത്ത സ്വലാത്തുമൊക്കെ ചൊല്ലിയ അവരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയ ആളുകൾ, അതുപോലെ തന്നെ മറ്റ് ദിക്റുകൾ പറഞ്ഞ ആളുകൾ, എല്ലാവർക്കും വേണ്ടിയുള്ള ദുആ മജ്ലിസ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണുക, ആ ദുആയിൽ പങ്കെടുക്കുക. അല്ലാഹു തആല ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12ാമത്തെ ദിനം, അൽഹംദുലില്ലാ നബി ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നായകനാകുന്ന, ഞങ്ങളുടെ നേതാവാകുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാനും ഒരുപാട് സ്വലാത്തുകൾ പറയാനും ആ മുത്ത് റസൂലിൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് ഒരു 3 പ്രാവശ്യം നമുക്കൊരു സ്വലാത്ത് പറഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ്, ഇന്ന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1499 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്ത് അൽഹംദുലില്ലാ ഭൂമിയിലേക്ക് പിറന്നിരിക്കുകയാണ് അല്ലേ? ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച, അതായത് 1499 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള തങ്ങളുടെയും ആമിന ബീവിയുടെയും പൊന്നുമോനായി മക്കയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ജനിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാനുള്ള സൗഭാഗ്യം തന്നു എന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്ക് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. الحمد لله അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്ക് ഘോഷയാത്രയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും. ചില പള്ളികളിൽ, ചില മദ്രസകളിൽ ഇന്നലെ ഘോഷയാത്ര നടത്തിയവരുണ്ട്. ഇന്നാണ് ഭൂരിഭാഗം മദ്രസകളിലും പള്ളികളിലും ഘോഷയാത്ര നടത്തുക. കാരണം റബീഉൽ അവ്വൽ 12 അന്ന്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കൊടിയും പിടിച്ച് ബലൂണൊക്കെ തൂക്കി പല പള്ളികളിലും എന്താണോ അവരുടെ ആ ഒരു വേഷം അതനുസരിച്ച് ഇപ്പം ഇങ്ങനെ ഘോഷയാത്ര പോവുകയാണ്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ തന്നെ പോവുക. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട്, പ്രയാസമില്ലാത്ത രൂപത്തിലായിരിക്കണം റാലിയൊക്കെ ക്രമീകരിക്കേണ്ടത്. അതൊക്കെ ഉസ്താദുമാർ ചെയ്തു തരും. പിന്നെയോ നമ്മുടെ മക്കളുടെ പരിപാടികൾ, മദ്രസ പരിപാടികളൊക്കെ ഇന്നുണ്ടാകും. ചിലപ്പോൾ സമ്മാനദാനം ഉണ്ടാകും. ഈ സമ്മാനദാനത്തിലൊക്കെ ഒരു വിഷമം, പരിഭവം ആരോടും പറയണ്ട. എൻ്റെ കുട്ടിക്ക് മാത്രം കിട്ടിയില്ല, അവർക്ക് കിട്ടി, അങ്ങനെ പറയണ്ട. കാരണം ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് അനുസരിച്ചാണല്ലോ സമ്മാനം കിട്ടുക. നമ്മുടെ മക്കൾക്ക് ഇന്ന് കിട്ടിയില്ല എങ്കിൽ നാളത്തെ വലിയ പ്രതിഭകളായി മാറാം. ഞാൻ തന്നെ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സ്റ്റേജിൽ കയറുന്നത്. അന്ന് ഞാൻ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിന് എനിക്കൊന്നും കിട്ടിയെന്ന് പറഞ്ഞാൽ സമ്മാനമൊന്നും കിട്ടിയില്ല. പ്രോത്സാഹന സമ്മാനമുണ്ട്, 1st, 2nd, 3rd. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനം. അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു ഗ്ലാസ്സാണ് അന്ന് പ്രോത്സാഹന സമ്മാനമായിട്ട് കിട്ടിയത്. ഇപ്പോഴൊന്നുമില്ല, ഒരുപാട് ഏകദേശം ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരോടും പരിഭവം പറയാനൊന്നും പോകണ്ട. നമ്മുടെ മക്കൾ അല്ലാഹു തആല വലിയ കഴിവുള്ളവരാണ്. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല ഉന്നതിയിൽ നിന്നും ഉന്നതി
നന്മയിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. പിന്നെ ഇന്ന് മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ പല പള്ളികളിലും ഇന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണ പരമ്പര ഉസ്താദുമാരുടെയൊക്കെ പ്രസംഗങ്ങൾ ഉണ്ടാകും. അതുപോലുള്ള പരിപാടിയിലൊക്കെ കഴിയുന്നത് പോലെ പങ്കെടുക്കുക. പിന്നെ പരമാവധി നിസ്കാരം, ഇന്നത്തെ നിസ്കാരം നമ്മളൊക്കെ വലിയ ഘോഷയാത്രയിലും അതിൻ്റെ തിരക്കും ഇതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. ഇന്നത്തെ ളുഹർ, അസർ, മഗ്രിബ് ഒന്നും ഖളാ ആക്കരുത്. അതൊക്കെ കൃത്യമായി തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഈ മൗലിദിൻ്റെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ അത് കളയാതെ നല്ല ബർക്കത്തിൻ്റെ ഒരു ഭക്ഷണമാണ്. അത് കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്തുള്ള സുന്നത്തുകളുണ്ട്. ബിസ്മി പറഞ്ഞ് കഴിക്കണം, ഇരുന്നിട്ട് കഴിക്കണം, അല്ലേ? അതൊക്കെ അനുസരിച്ച് വേണം കഴിക്കാൻ. പിന്നെന്താണ് മൗലിദിൻ്റെ മജ്ലിസിൽ നമ്മൾ പറഞ്ഞു പങ്കെടുക്കുക. പരമാവധി സ്വലാത്തുകൾ, അല്ലേ? റബീഉൽ അവ്വൽ 12 എല്ലാം അവസാനിച്ചു, അങ്ങനെയൊന്നുമല്ല. ചില ആളുകളുണ്ടല്ലോ റമദാൻ 27 ആയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അങ്ങനെയല്ല, റമദാൻ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിച്ചു, അങ്ങനെ കരുതുന്നവരുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു നബിതങ്ങളോടുള്ള ഹുബ്ബ്, ആ മഹബ്ബത്ത്, ഇഷ്ടം, അത് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഉണ്ടാവണം. ഇനിയുള്ള 13-ാമത്തെ ദിവസം, നാളെ 14, 15, 30 ദിവസം വരെ നമുക്ക് മൗലിദ് ഓതുന്ന പല പള്ളികളുണ്ട്, വീടുകളുണ്ട്. നമുക്ക് കഴിയുന്നത് പോലെ മൗലിദ് ഓതാം. ഒരുപാട് സ്വലാത്തുകൾ പറയുക. ഒരു സ്വലാത്തിനാണെന്ന് പറഞ്ഞു തരട്ടെ, ഒരു ചെറിയൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു സ്വലാത്ത് മുതൽ കൂട്ടാവണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ അഹ്ലി ബൈത്തിഹി. ഇത് വല്ലാത്തൊരു സ്വലാത്താണ്. കാരണം നബിക്കും നബിതങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു നബിതങ്ങളുടെ പരമ്പര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരകൾ ഇങ്ങനെ മാറി 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 ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമ്പോൾ ആ എല്ലാ പരമ്പരയിലുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ, ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ അഹ്ലി ബൈത്തിഹി. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. അൽഹംദുലില്ലാഹ്. സ്വലാത്ത് നമ്മൾ പരമാവധി അധികരിപ്പിക്കുക. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി ഒരു ദുആ നമ്മൾ ചെയ്യാനുണ്ട്. അത് മറ്റാർക്കുമല്ല, നമ്മൾ റബീഉൽ അവ്വൽ ആദ്യത്തെ ദിനങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുമാർക്ക് വേണ്ടി 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി ആളുകൾ അറിയിക്കുക. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന് പറഞ്ഞു. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാഹ് 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതല്ലാതെ താജു സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, അതുപോലെ തിബ്ബ് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയവരുണ്ട്, അതുപോലെ തന്നെ അദദ് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. സാധാരണയുള്ള സ്വലാത്തൊക്കെ ചൊല്ലിയ നിരവധി ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവരൊക്കെ നമുക്ക് എണ്ണമൊക്കെ ഒരുപാട് പേര് കമൻ്റായി എഴുതി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു പടച്ചവനെ ആരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എല്ലാവരുടെയും സ്വലാത്തുകളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ചെയ്യുന്ന ജോലിയാണ്, അള്ളാന്റെ മലക്കുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഇടതടവില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയാണ്, അല്ലെ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന എന്നാണ് ഖുർആൻ. യുസല്ലൂന, അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ലോക അവസാനം വരെ അവരിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. റബീഉൽ അവ്വൽ 12 കൊണ്ട് തീർക്കേണ്ടതല്ല സ്വലാത്ത്. ഇനിയുള്ള ദിവസങ്ങളിലും അതിപ്രധാനപ്പെട്ട ഈ സ്വലാത്തുകൾ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചൊല്ലുക. ഏത് സ്വലാത്താണ് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുക എന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മൗലിദിന്റെ മജ്ലിസൊക്കെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാനായ ഇമാം സുയൂത്തി തങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരാള് സ്വലാത്ത് നിത്യമാക്കിയാൽ, അതുപോലെ തന്നെ മൗലിദ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകും, അപകടങ്ങളൊക്കെ മാറിപ്പോകും. അതുപോലെ രണ്ടാമതായി കള്ളന്റെ ശല്യമൊക്കെ മാറിപ്പോകും. മൂന്നാമതായി ദാരിദ്ര്യം നീങ്ങുമെന്ന് നമുക്ക് കാണാൻ. നാലാമതായി തീപിടുത്തത്തെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും. 5 വബാ, പകർച്ചവ്യാധികൾ ഇല്ലാതാകും. ആറാമത്തേത് കണ്ണേറ്, സിഹർ, കരുനാക്ക്, കൊതി, കൈവശം വെക്കൽ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇടങ്ങേറുകൾ മാറും. ഏഴാമതായി അസൂയയുമായി ബന്ധപ്പെട്ട വീടിൽ അസൂയ വെക്കുന്നവരുണ്ട്, അതുപോലെ മക്കളിൽ അസൂയ വെക്കുന്നവരുണ്ട്, നമ്മുടെ കച്ചവടത്തിൽ അസൂയ വെക്കുന്നവരുണ്ട്. ഇതിനെ തൊട്ടെല്ലാം വലിയ കാവലുണ്ടാവാൻ മൗലിദൊക്കെ വലിയ കാരണമാണ്. മൗലിദ് ഓതുന്ന ആളുകളൊക്കെ വലിയ ഭവ്യതയോടുകൂടി ഓതുക. റബീഉൽ അവ്വൽ 12 കൊണ്ട് മൗലിദ് തീർക്കാനുള്ളതല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് ഓതാം. പിന്നെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇപ്പോൾ പ്രത്യേകമായി ദുആരക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാരെ അൽഹംദുലില്ലാഹ് അല്ലാഹു അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉപ്പമാരുണ്ട്, അവരെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 3 പ്രാവശ്യം നമ്മൾക്കൊരു ബറക്കത്തിന് വേണ്ടി ഇബ്രാഹിമിയ സ്വലാത്ത്
നമ്മൾ ചൊല്ലിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം മുറാദുകളുണ്ടോ, ഓരോ ഉമ്മമാരും ഉപ്പമാരും സ്വലാത്ത് ചൊല്ലുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളുണ്ട്. അതൊക്കെ മാറാനും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും നല്ല മരണമുണ്ടാവാനും മദീനയിൽ പോവാനും ഉംറ ചെയ്യാനും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനും നബി തങ്ങളെ സ്വപ്നം കാണാനും അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. അങ്ങനെ ഒരുപാട് മുറാദുകൾ മനസ്സിൽ കരുതിയാണ് ഉമ്മമാരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്ന് പാരായണം ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമുർ റഹീമീനായ റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞവരാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആദരവായ ഞങ്ങളുടെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അല്ലാഹുവേ റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ. റബീഉൽ അവ്വൽ 1 മുതൽ ഞങ്ങൾ എല്ലാവരും മൗലിദ് ഓതിയവരാ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയവരാ. ഇബ്രാഹിമിയ സ്വലാത്ത് 1001 വട്ടവും അതല്ലാതെ ഒരുപാട് വട്ടവും, പിന്നെയോ മറ്റൊരുപാട് സ്വലാത്തുകൾ, നിരവധി സ്വലാത്തുകളും ദിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഉമ്മമാര് അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ഖത്മുൽ ഖുർആനൊക്കെ ഓതിയവരുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങൾ പാരായണം ചെയ്തപ്പോൾ എന്തെങ്കിലും കുറ്റമോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദുണ്ടായിരുന്നു എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് രോഗങ്ങളായി ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ മറ്റ് അസുഖങ്ങളായി കഴിയുന്നവരാണ്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള, ആ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നീ തരണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് ഓരോ വീഡിയോകൾക്ക് താഴെ ഉമ്മമാർ എഴുതുന്നുണ്ടോ, അല്ലാഹുവേ പടച്ചവൻ അതല്ലാതെ നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തുനബിയുടെ ആ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല ആളുകൾ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ പറയാൻ, അവസാനം മുത്ത് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇനിയും സ്വലാത്തുകൾ ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലുക. ഈ റബീഉൽ അവ്വൽ 12 കൊണ്ട് തീർക്കേണ്ടതൊന്നുമല്ല സ്വലാത്ത്, ഇനിയും ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാം. ഇനിയും നമുക്ക് മൗലിദൊക്കെ ഓതാം അല്ലെ. മൗലിദിൻ്റെ സദസ്സ് കഴിയുന്നത് പോലെ നീ വീടുകളിൽ സംഘടിപ്പിക്കുക. അതുപോലെ പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയി പങ്കെടുക്കുക പുരുഷന്മാർ. അല്ലാഹു തആല നമുക്ക് മുത്തുനബിയെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇന്ന് റബീഉൽ അവ്വൽ 12 ഇന്നത്തെ പോരിശ, ഇന്നത്തെ ശ്രേഷ്ഠത അത് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇനിയുള്ള
നമ്മുടെ ജീവിതം അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമുള്ള രൂപത്തിലായിരിക്കണം, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രൂപത്തിലായിരിക്കണം. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.